അത് പിന്നീട് തീരുമാനിക്കാം. ഇപ്പം തൽക്കാലം ഈ ഒരു പ്രധാനപ്പെട്ട ബില്ല് അത് പാസ്സാക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം. ഈ ഒരു ഇത്രയും നാളായില്ലേ, ഇത്രയും വർഷങ്ങളായില്ലേ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, ഇത്ര നാളായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറയുന്നു. എന്നിട്ട് ഇപ്പം ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ബില്ല് വരുമ്പം അതിന് വാദമുഖങ്ങൾ പറയാതെ എല്ലാവരും കൂടെ ചേർന്ന് അംഗീകരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കും. അതിൽ നല്ല ഒരു വനിത ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വനിത ആവുമല്ലോ, പാർട്ടി തീരുമാനിക്കുന്നത് പോലെയല്ലേ. അതിന് നമുക്കൊരു റിസർവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കാൻ പറ്റില്ല. ഇപ്പം വേണ്ടത് സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ്. ഇവിടെയൊക്കെ സ്ത്രീകളുടെ വേണ്ട അർഹതപ്പെട്ട പ്രാതിനിധ്യം നമുക്ക് നിയമസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ വേണം. അതാണ് ആദ്യത്തെ ചുവട് എന്ന് പറയുന്നത്. 1996 ശരിക്കും ഈ വനിതാ സംവരണ ബില്ല് ആദ്യമായി പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത്. അവിടെ ശക്തമായ പ്രതിപക്ഷ എതിർപ്പ് വന്നതിന് ശേഷം അത് കൃത്യമാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. എങ്കിൽ പിന്നെ 98-ലും 99-ലും 2003-ലും അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്ത് ഇത് കൊണ്ടുവന്നപ്പോഴും അപ്പോഴും പ്രതിപക്ഷ എതിർപ്പ് കൊണ്ടാണ് ഇത് നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നത്. പിന്നെ ഈ 2000 ഈ സമയം വരെ നമ്മൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. നമുക്കത് നടപ്പിലാക്കാൻ പറ്റി എന്നുള്ളത്, നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പോസിറ്റീവ് പോയിൻ്റായിട്ട് നിങ്ങളെല്ലാവരും എടുക്കേണ്ടത്. അതെ, ഇത്രയും നാളായിട്ട് അത് ഇതുവരെ പല കാരണങ്ങൾ കൊണ്ട് സമ്മതിച്ചിട്ടില്ല സ്ത്രീകൾ ഉയർന്നു വരാനായിട്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സമയം ശരിയായിട്ടുള്ള സമയമായി എന്ന് കരുതിയെങ്കിലും എല്ലാവരും ചേർന്നിത് അംഗീകരിച്ച ഒരു നിയമമാക്കി പാസ്സാക്കി കൊണ്ടുവന്നാൽ ഭാരതത്തിനത് വളരെ നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായമുണ്ട്. പൊതുവെ സ്ത്രീകൾക്കും നമ്മുടെ സമൂഹത്തിനും പൊതുവെ ഒരു നല്ല ഉയർച്ച എല്ലാ തലത്തിലും ഉണ്ടാവും. അപ്പോൾ വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അതെന്താണ് അങ്ങനെ? ഒരു കാര്യത്തിന് ഈ മോന് മാത്രമേ ചോദ്യങ്ങളുള്ളൂ. വട്ടിയൂർക്കാവിൽ നല്ല പ്രതീക്ഷയാണ്. 100% ജയം. വികസിത ഭാരതം, വികസിത കേരളം, വികസിത വട്ടിയൂർക്കാവാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് നമ്മളൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് വന്ന ഒരു പത്രസമ്മേളനമാണ്. എന്നാലും താങ്കളോട് ഞാൻ പറയാം, താങ്കൾ കുറച്ച് നാളുകളായിട്ട് ഇതിനകത്ത് നിൽക്കുന്ന ഒരാളായിരിക്കുമല്ലോ. എല്ലാ തിരഞ്ഞെടുപ്പിൻ്റെ അവസാനം ഇവർ പറയുന്ന സ്ഥിരം വാചകങ്ങൾ ഒന്നായിട്ട് മാത്രം കരുതി ഞങ്ങളിതെല്ലാം ഇഗ്നോർ ചെയ്യാണ്. അത് ജനമാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ LDFൻ്റെ സ്ഥാനാർത്ഥിയോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോ അല്ല തീരുമാനിക്കുന്നത്. വോട്ട് ചെയ്ത ജനം തീരുമാനിക്കും. അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിനുവേണ്ടി നമുക്ക് May 4 വരെ കാത്തിരിക്കാം, നോക്കാം.